യാത്രയിൽ ഈ ലോകത്തിൻ്റെ കാന്തിക വലയത്തിൽപ്പെട്ട് ആദ്യം ഉണ്ടായിരുന്ന ഒത്തിരി നന്മകൾ നമുക്ക് കൈമോശം വന്നു. നമുക്ക് നന്മകൾ കൈമോശം വന്നെന്ന് ബോധ്യമായപ്പോഴത്തേക്ക് വീണ്ടും ആ നന്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ മഹത്വത്തിൻ്റെ കാലഘട്ടം, മറ്റൊരിക്കൽ മഹത്വം നഷ്ടപ്പെടുന്ന കാലഘട്ടം, വീണ്ടും മഹത്വത്തിലേക്ക് തിരിച്ചു വരുന്ന കാലഘട്ടം. ഇനി ഈ മഹത്വത്തിലേക്ക് തിരിച്ചു വരികയും ദൈവത്തെ കാണുവാനായിട്ട് നാം എന്ത് ചെയ്യണം എന്നുള്ള യോഹന്നാൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യോഹന്നാൻ പറഞ്ഞതാണ്, നിങ്ങൾ കുന്നും മലയും നിരപ്പാക്കുക, താഴ്വരകൾ ഉയർത്തുക, വളഞ്ഞ വഴി നേരെയാക്കുക, പരിപരുത്തവ മൃദുവാക്കുക, എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷ കാണും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ രക്ഷ കാണാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചെറിയ ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ടാണ് തമ്പുരാൻ നമ്മോട് പറയുന്നത്. ചെറിയ ചെറിയ ചില ക്രമീകരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കൃപ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അവസാനമായിട്ട് ഒരിക്കൽ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കാനായിട്ടും എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടുന്ന രീതികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ എന്തൊക്കെ ഞങ്ങൾ സ്വീകരിക്കണമെന്ന്. എന്നിട്ട് ഓരോ മനുഷ്യരും അവരുടെ ജീവിത രീതിയുമായിട്ട് മുന്നിൽ വരുമ്പോൾ ആ ജീവിത രീതിക്ക് ഇണങ്ങിയ ചില ഉപദേശങ്ങൾ സ്നാപകൻ കൊടുക്കുന്നുണ്ട്. എന്താ, പട്ടാളക്കാർ വന്നപ്പോഴെന്താണ് പറഞ്ഞത്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അന്യായമായിട്ട് ആരെയും ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കരുത്. ചുങ്കക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? അന്യായമായിട്ടുള്ള പലിശ നിങ്ങൾ ഈടാക്കരുത്. ഇനി ധനികരോട് പറഞ്ഞു, നിങ്ങൾ വിശക്കുന്നവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കൊടുക്കുക. അന്നേരം ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിയിൽ വരുത്തേണ്ട ചെറിയ ചെറിയ മാർഗങ്ങൾ. രണ്ടുടുപ്പുള്ളവൻ എന്ത് ചെയ്യണം? ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. അത്രയും കാര്യങ്ങളുള്ളൂ. ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളിലൂടെ നമുക്ക് തമ്പുരാന്റെ ദർശനം ലഭിക്കും എന്നാണ് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ക്രമീകരണങ്ങളിലൂടെ നമുക്ക് കൈമോശം വന്ന തമ്പുരാനിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ഒരു ഇന്ധനമൊക്കെ ആയി മാറട്ടെ നമ്മുടെ ഈ നൈറ്റ് വിജിലും നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ നമ്മുടെ ജീവിതവും. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.